അലീസാന്റെ കാര്യം നോക്കിട്ട് നിൽക്ക് കേട്ടോ. അതാ നിനക്ക് പറ്റിയത്. നീ ബഹ്റൈനിൽ വന്നിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുള്ള തെളിവുണ്ട് കേട്ടോ. പിന്നെ എന്നെ എന്തെല്ലാം കാര്യങ്ങൾ എല്ലാം പുറത്തു വിടുന്നു. ഓക്കെ, താങ്ക് യു. നായിന്റെ മോനെ ഇഞ്ഞു പെണ്ണായിട്ട് കിടക്കുന്ന പിക്ചർ നായിന്റെ മോനെ നായിന്റെ മോനെ കാണിച്ചിരുന്ന ആരെന്നറിയോ എന്നെ വിളിക്കുന്ന തെറി? അതായത് പയ്യോളിക്കാരനായ പൂക്കിന്റെ വീട്ടിൽ സാജിദ് എന്ന് പറയുന്ന ഈ പരമനാറിയാണ് എന്നെ ഈ വിളിക്കുന്ന തെറി. ഇത് എന്തിന്റെ പേരിലാണെന്ന് അറിയോ? ഈ വയനാട് കണ്ണൂരുകാരിയായ കുറച്ച് നാളുകൾക്ക് മുമ്പ് മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ട ഈ സ്ത്രീയുടെ കാമുകനാണ് ഈ സാജിദ്. പയ്യോളിയിലുള്ള പൂക്കിന്റെ വീട്ടിൽ ഷാഹിന ഭാര്യ എന്ന് പറയുന്ന ആളാണ്. ഈ ഷാഹിനാന്ന് അവന്റെ ഭാര്യയായിട്ടാ, ഭാര്യയല്ല വിളിക്കുന്നത്, ഇവനാണ്. അപ്പൊ ഇവൻ എന്തെന്നറിയോ? അവളൊക്കെ കിടക്കുമ്പോൾ കിട്ടുന്ന സുഖത്തിന്റെ പേരിലാണ് ഇവൻ എന്നെ ഈ തെറിയൊക്കെ വിളിപ്പിക്കുന്നത്. ഈ വിളിപ്പിക്കുന്നത് കാരണം ഇവരിങ്ങനെ പരിചയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ കോഴിക്കോട് ഹോസ്റ്റലിൽ താമസം ഉണ്ടാകുന്ന സമയത്ത് ഇവനും ഇവളും ഒന്നിച്ചിട്ടായിരുന്നു താമസം. ഇവൾക്ക് പെയിൻ ഗസ്റ്റ് ആയിട്ട് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള വീടും കാര്യങ്ങളെല്ലാം തയ്യാറാക്കി കൊടുത്തത് ഇവനായിരുന്നു. ഇവന്റെ അസ്ഥിവാരം മാന്തിയിട്ടാണ് അവൾ വിട്ടത്, അത് വേറെ വിഷയം. പക്ഷെ ഇവർക്ക് മയക്കുമരുന്ന് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവളായിരുന്നു കേരിയറായിട്ട് ഇവന്റെ കൂടെ പോകുന്നത്. ഇവന്റെ അടുത്ത് നിന്നാണ് റിൻഷാദിന്റെ അടുക്കലേക്ക് എത്തിയത്. ഈ ഫാത്തിമ എന്ന് പറയുന്ന സ്ത്രീ അന്ന് എന്നെയും എൻ്റെ ഭാര്യയെയും, കാരണം ഞാൻ എന്തിനാണ് തെറി വിളിപ്പിച്ചതെന്നും കൂടി നിങ്ങൾക്ക് അറിയണ്ടേ. ഞാൻ ഇവളെ ഈ മയക്കുമരുന്ന് കച്ചവടം ഞാൻ അറിഞ്ഞു, കാരണം എനിക്ക് പരിചയമുള്ള സ്ത്രീയാണ്. ഞാൻ അറിഞ്ഞിട്ട് ഇതിനെ പറ്റിയിട്ട് ചോദ്യം ചെയ്ത് പോകുമ്പോൾ ഞാൻ ഇവരെ വീട്ടുകാരെയും ആൾക്കാരെയൊക്കെ അറിയിക്കുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നുണ്ട്, ഇവിടെ കോഴിക്കോട് ഇങ്ങനെ ബിസിനസ്സാണെന്ന് പറയുന്നതിന് പകരമാണ് ഇവള് ഈ സാജിദ് പയ്യോളി പൂക്കിൻ്റെ വീട്ടിലെ ഇവനെ കൊണ്ട് ഫോണ് വിളിപ്പിച്ച് എൻ്റെ വണ്ടിയിൽ മയക്കുമരുന്ന് വെച്ച് പിടിപ്പിക്കുന്നു. അതുപോലെ ഇവള് പിന്നെ എൻ്റെ ഭാര്യക്ക് ഞാൻ ബഹ്റൈനിലും അവിടെ ഇവിടെയൊക്കെ പോകുന്നതിൽ ഇവൾക്കറിയാം, ഈ പല നാട്ടിലെല്ലാം പോകുന്നത്. അതൊക്കെ ഞാൻ ഇവൾക്ക് അയച്ചു കൊടുക്കുമെന്നും ഇവളുടെ കയ്യിലും അവൻ്റെ കയ്യിലൊക്കെ തെളിവുണ്ടെന്നും പറഞ്ഞിട്ടാണ് ഈ ഭീഷണിപ്പെടുത്തുന്നത്. നിന്നോട് അതൊന്നും പറയണ്ട. നീ അലീസാന്റെ കാര്യം കേട്ടിട്ട് അലീസാക്ക് വോയിസ് കൊടുത്ത് അലീസാന്റെ ഇതൊക്കെ ഇവിടെ എന്തിനെന്നറിയോ ചെയ്യുന്നത്? ഇന്ന് ഇവിടെ മയക്കുമരുന്ന് കച്ചവടം നല്ല പൈസ ഉണ്ടാക്കിക്കൊണ്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പൊട്ടിക്കുന്നതിന്. രണ്ടാമത്തെ എന്താ അറിയോ, ഞാൻ കുറെ പൈസ അവർക്ക് അണ്ണാക്കിൽ നിർത്താൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം നന്ദി കാണിച്ചതാണ്. നന്ദി കാണിക്കണമല്ലോ, ഉപകാരം ചെയ്തവർക്ക് നന്ദി കാണിക്കണമല്ലോ, ആ നന്ദിയും കൂടി കാണിച്ചതാണ്. അപ്പൊ ഇവന്റെ കൂടെ കിടക്കുമ്പോൾ മോനെ, നിന്റെ ഷഹീന എന്ന് പറയുന്ന ഭാര്യയില്ല മോനെ, സാജിദ് പയ്യോളിക്കാരൻ മൈര, നീ അവക്ക് വിട്ടുകൊടുക്കുക. നീയും ഇവളും കൂടി കിടക്കുന്ന വീഡിയോ കുറേ നിന്റെ കയ്യിലുണ്ടാവുമല്ലോ, പല ലോഡ്ജിലും പല ഹോട്ടലിലും. ആ വീഡിയോസ് എല്ലാം നിന്റെ ഭാര്യയ്ക്ക് വിട്ടുകൊടുത്തിട്ട് അവളോട് ചോദിക്കുക നിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന്. അല്ലാതെ നീ എൻ്റെ ഭാര്യയ്ക്ക് വിട്ടുകൊടുക്കാനും എൻ്റെ കാര്യങ്ങൾ ചെയ്യാനും നീ വേണ്ട. അത് എനിക്ക് തന്നെ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാൻ എനിക്കറിയാം. നീ എന്നിട്ടിട്ട് കളിക്കാൻ വേണ്ടിയാണ്. കാരണം ഇത് തന്നെയാണ് ഞാൻ അന്ന് പരാതി കൊടുത്തതാണ്. അന്ന് പോലീസിന് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റിയില്ല, കാരണം നീ വിളിച്ച സ്കാമിങ് നമ്പർ ആയതുകൊണ്ട് പോലീസിന് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. പക്ഷേ എങ്കിലും ദൈവം ഒരു തെളിവ് ബാക്കി വെക്കെന്ന് പറഞ്ഞിട്ടേ, അതാണ് ഈ ലഹരി കേസിൽ അവൾ പിടിക്കപ്പെട്ടത്. ആ പിടിക്കപ്പെട്ടപ്പോഴാണ് എനിക്ക് ഇതിന്റെ പിന്നാലെ വന്നിട്ട് എന്നെ തെറി വിളിച്ചവൻ ആരെയെന്നുള്ളത് കണ്ടെത്താൻ വേണ്ടി സാധിച്ചത്. ഇനിയും വരും മോനെ, നിന്റെയൊക്കെ അടിപേര് മാന്താതെ ഞാൻ പിടിയില്ല മോനെ. പൂക്കിന്റെ വീട്ടിൽ സാജിദേ, നീയും അവളും എവിടെ പോയി ഒളിച്ചാലും കളിച്ചാലും നീ വെയിറ്റ് ചെയ്, നിയമപരമായിട്ട് തന്നെ നേരിടും, നോക്കിക്കോ.